ശരിക്കും അങ്ങനെ കേട്ടാൽ ചില ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ ശരിക്കും പുറത്ത് ക്ലിനിക്കിൽ പോയിട്ട് പല്ല് ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞേക്കുന്നത് ആവശ്യമുണ്ടോ? അത് ആവശ്യമുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ എത്ര ബ്രഷ് ചെയ്താലും നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. എന്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ബ്രഷ് ചെയ്താലും നമുക്ക് പല്ലിൻ്റെ ഇടയിലുള്ള ഒരുപാട് ഫുഡ് പാർട്ടിക്കിൾസ് നമുക്ക് എടുത്ത് കളയാൻ പറ്റാണ്ട് വരും. മോണയുടെ ഇടയിലേക്ക് കയറിയേക്കുന്ന പല്ലിന് മോണയുടെ ഇടയിലുള്ള പോർഷൻസിൽ കയറിയേക്കുന്നതൊക്കെ നമുക്ക് നോർമൽ ബ്രഷിങ്ങിനോട് ചിലപ്പോൾ ക്ലീൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കുറച്ച് നാളുകൾ നമ്മൾ കണ്ടിന്യൂസ് ബ്രഷ് ചെയ്യുകയോ അല്ലെങ്കിൽ റിൻസ് ചെയ്യുക കഴുകുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പോയേക്കാം. പക്ഷേ ഓറൽ ഹൈജീൻ അത്ര നല്ല രീതിയിൽ കൊണ്ടുപോയി നടക്കാത്ത ആളുകളുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ ഈ മോണയുടെ ഇടയിലേക്ക് കയറിയേക്കുന്ന ഈ ഫുഡ് പാർട്ടിക്കിൾസ് അവിടെ ബാക്ടീരിയ വന്ന് അടിഞ്ഞു കൂടിയിട്ട് അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഗം ഡിസീസസ് ഉണ്ടാക്കും. അത് പെരിയോ പ്രോബ്ലം എന്ന് പറയും അതിന്. അപ്പോൾ പീരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് വന്നു കഴിയുമ്പോൾ നമ്മൾ ക്ലീനിങ് ആണ്, സ്കെയിലിംഗ് എന്ന് പറയും ആ പ്രൊസീജിയറിനെ. അപ്പോൾ ആ പ്രൊസീജിയർ നമ്മൾ ചെയ്യണം. അത് 6 മാസം വെച്ച് കൂടുമ്പോൾ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അവിടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇനാമൽ പോവും, പല്ലിന് സെൻസിറ്റിവിറ്റി പുളിപ്പ് തുടങ്ങും എന്നുള്ളൊരു ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു അങ്ങനെ ഒരു പുളിപ്പുണ്ടാവും, ഇനാമൽ പോകും എന്നുള്ള തെറ്റിദ്ധാരണ. ഈവൻ ഞാൻ കേസ് ചെയ്യുന്ന ടൈമിൽ പേഷ്യൻ്റ് ഇങ്ങോട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. ഇഷ്ടംപോലെ പേഷ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്യണോ, ക്ലീൻ ചെയ്ത് അങ്ങനെ വരില്ലേ ഇങ്ങനെ വരില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ട് പറയുകയാണ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ പുളിപ്പ് വരാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു മെറ്റഫറായിട്ട് പറയാം. അതായത് നമ്മളിപ്പോൾ എത്ര കാഴ്ചയുള്ളവനാണേലും നമുക്ക് ഇരുട്ട് മുറിയിലേക്ക് പെട്ടെന്ന് കയറ്റി വാതിലടച്ച് ഒരു 2 മിനിറ്റ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടു എന്നിരിക്കട്ടെ, അവന് ഐ ഓപ്പൺ ചെയ്യും, കണ്ണ് ഓപ്പൺ ചെയ്യും, ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഇച്ചിരി ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്യും. എത്ര കാഴ്ചയുള്ളവനാണ്, എത്ര പവർ ഉള്ളവനാണെങ്കിലും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ പല്ലുകൾക്കും. അപ്പോൾ ഈ പല്ലിൻ്റെ മേലെ അടിഞ്ഞുകൂടി കിടക്കുന്ന കുറച്ച് കണ്ടൻസ് ഉണ്ട്, അതിന് കാൽക്കുലസ് എന്ന് പറയും. അപ്പോൾ കഴിച്ച പേസ്റ്റ് അവിടെ അടിഞ്ഞുകൂടി അവിടെ ബാക്ടീരിയ വന്ന് അവിടെ ഒരു ഫിലിം ഫോം ചെയ്യും, പ്ലാക്ക് എന്ന് പറയും. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ മേലേക്ക് കാൽഷ്യം ഡെപ്പോസിറ്റ്സ് വന്ന് അത് കാൽക്കുലസ് ആയിട്ട് മാറും. കാൽക്കുലസ് ആയിട്ട് മാറിയാലാണ് നമുക്ക് ബ്രഷ് കൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റില്ല, ആ മെഷീൻ വെച്ച് തന്നെ റിമൂവ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയാണ് ക്ലീനിങ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഈ പല്ലിന്റെ മേലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ കാൽക്കുലസിന്റെ ഒരു ലെയർ അങ്ങ് ഫോം ചെയ്ത് കഴിയുമ്പോൾ ആ പല്ലിന്റെ സർഫസ് അതിന്റെ മേലെയാണ് ഈ കാൽക്കുലസ് കവർ ചെയ്തേക്കുന്നത്. അപ്പൊ പല്ലിന്റെ സർഫസ് വെള്ളമായിട്ടോ അല്ലെങ്കിൽ പുറത്തുള്ള സബ്സ്റ്റൻസ് ആയിട്ടോ ഒന്നും കോണ്ടാക്ട് ഇല്ല, കുറെ നാളുകളായിട്ട് കോണ്ടാക്ട് ഇല്ല. നമ്മൾ ഈ 6 മാസം കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഈ കാൽക്കുലസ് അങ്ങ് പോകും. അപ്പൊ പെട്ടെന്ന് ഈ സർഫസ് എന്ത് ചെയ്യും, എക്സ്പോസ് ആവും. ആ ഒരു വെള്ളത്തിനോടും തണുപ്പിനോടും ഒക്കെ പെട്ടെന്ന് എക്സ്പോസ് ആവും. അപ്പൊ അത് ഒന്ന് റെഡി, ബോഡി ഒന്ന് അത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ ടൈം എടുക്കും. ഒരു 2-3 ദിവസം എടുക്കും. അതാണ് ഈ ക്ലീൻ ചെയ്തതിന് ശേഷം 2-3 ദിവസം കഴിയുമ്പോൾ പേഷ്യന്റ് പുളിപ്പായി എന്നുള്ള രീതിക്ക് വന്ന് പറയുന്നത്. ശരിക്കും അതാ, അല്ലാണ്ട് ഇനാമൽ ഭയങ്കര ഹാർഡുള്ള സബ്സ്റ്റൻസാണ്. മെഷീൻ ശരിക്കും പറഞ്ഞാൽ മെഷീൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെ വാട്ടർ വെച്ച വെള്ളമാണ്. അപ്പൊ വെള്ളം വെച്ച് അത്ര അത്യാവശ്യം ഫോഴ്സിലാണ് അത് റിമൂവ് ചെയ്യുന്നത്. പോവില്ല ഒരിക്കലും. അപ്പോൾ ഈ ശരിക്കും സാധാരണ നോർമൽ ക്ലീനിങ് ഉണ്ടല്ലോ 6 മാസം ചെയ്യുന്നത്, അത് ചെയ്യുന്ന നമ്മൾ പല്ല് വൈറ്റ് ആവുന്നില്ലല്ലോ? ഇല്ല, വൈറ്റ് ഒന്നും. ഈ വൈറ്റ് ആവാൻ വേറെ ട്രീറ്റ്മെന്റ് ഉണ്ടോ? പല്ല് വൈറ്റ് ആവാൻ വേണ്ടി നമുക്ക് ഫ്ലൂറിഡേഷൻ ചെയ്യാം, ബ്ലീച്ചിങ് എന്ന് പറയും. അപ്പൊ നമുക്കത് ബ്ലീച്ചിങ് ട്രേ ഉപയോഗിച്ച് അതിൽ ബ്ലീച്ചിങ് സബ്സ്റ്റൻസ് വെച്ച് നമുക്ക് പല്ലിൽ വെക്കാം. അപ്പൊ അത് കൂടുതലും ഈ എസ്തെറ്റിക് കൺസേൺ ഉള്ള ആളുകൾ കുറച്ചൊക്കെ ബ്ലീച്ച് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല, ചെറിയ വൈറ്റനിങ് ഒന്നും വന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഓവർ വൈറ്റനിങ് പ്രതീക്ഷിക്കുന്ന പേഷ്യൻസ് ഉണ്ട്, അവര് ശരിക്കും ആ പല്ലിനെ നശിപ്പിക്കാന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കാറില്ല, ഡോക്ടേഴ്സ് അത് ചെയ്യാറില്ല, പ്രിഫർ ചെയ്യാറുമില്ല. ചെറിയ ബ്ലീച്ചിങ് ഒക്കെ ചെയ്യാറുണ്ട്. ചിലരുടെ ഇനാമിൽ ചെറിയ പോറോസിറ്റി ഒക്കെ വന്ന് വരയൊക്കെ വന്ന് ബ്രഷിങ്ങിന്റെ കാരണമൊക്കെ വര വന്നു, അല്ലെങ്കിൽ ആസിഡ് കൂടുതൽ കഴിക്കുന്ന ആളുകളുണ്ട്, ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകൾ സ്റ്റെയിൻസ് ഒക്കെ വരും. അങ്ങനെയുള്ള ആളുകളിലൊക്കെ നമ്മൾ ബ്ലീച്ചിങ് പയ്യെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവരുടെ കുറച്ച് കേടാണ്. നോർമൽ രീതിയിൽ ചിന്തിച്ചാൽ അങ്ങനെ കേടില്ല, ഓവർ യൂസ് എപ്പോഴും കേടാണ്. അതിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ കേടാണ്. അതെ.